ഇത്രയും വലിയൊരു യാത്ര ഇപ്പൊ ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ. അപ്പൊ മിസ്റ്റർ പങ്കജാക്ഷൻ, ഞാൻ അങ്ങ് ഇറങ്ങുകയാണ് എല്ലാം പറഞ്ഞ പോലെ. തൽക്കാലം ഒന്ന് മാറി നിൽക്കാതെ കരുതിയാ മതി മാഡം. എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. തീർച്ചയായിട്ടും തിരിച്ചു വരും. പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനല്ലേ. പിന്നല്ലേ. മേഡം ഇപ്പൊ എങ്ങോട്ടാ പോണേ? അതിപ്പോ സുരക്ഷാ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് തുറന്നു പറയാൻ പറ്റത്തില്ല. അയ്യോ, എന്നാ പിന്നെ ഡ്രൈവറോട് ചോദിക്കാം. ഡ്രൈവർക്ക് അറിയാമായിരിക്കുമല്ലോ, അയാളാണല്ലോ കൊണ്ടുപോകുന്നതും കൊണ്ടുവരികയും ചെയ്യുന്നത്. ചോദിക്കാതെ കണ്ട എന്തിനാത്? അത് ശരിയാണല്ലോ. സീതാലക്ഷ്മി അമ്മേ, എന്നാ പിന്നെ ഞാനങ്ങോട്ട്. പിന്നെ സീതാലക്ഷ്മി അമ്മയ്ക്കും അപ്പച്ചിക്കും ഞാൻ ഫ്രീ ആയിട്ടൊരു ഉപദേശം തരാം. ഞങ്ങളുടെ സ്വഭാവം മാറണമെന്നായിരിക്കും. അയ്യോ, അത്ര വലിയ അത്ഭുതമൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. സത്യം. അതെ, ജീവിതത്തിൽ നിന്ന് കുറച്ചൊക്കെ പിടിവാശി ഒന്ന് ഒഴിവാക്കണം. സഹജീവികളോട് കരുണയോടെ പെരുമാറണം. ജീവിതത്തിൽ ബാക്കിയുള്ള സമയമെങ്കിലും ഫലപ്രദമായിട്ടൊന്ന് ഉപയോഗിക്കണം കേട്ടോ. അയ്യോ, അങ്ങനെ ചെയ്തോളാവേ. ഓ ശരി, വരവ് വെച്ചേക്കുന്നു. ബലരാമേട്ടാ, ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ അന്തരീക്ഷം കലുഷിതമായി പോയി. സാരമില്ല, കാലം മാറി വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാമോളെ. അപ്പം പങ്കജാക്ഷൻ, ഞാൻ ഇറങ്ങുകയാണേ. എല്ലാവരോടും പോട്ടെ. സൂക്ഷിച്ചു പോണേ മക്കള്. ഞാൻ പറഞ്ഞില്ലേ മനസ്സിലൊന്നുമല്ല. പോകുന്ന വഴിക്ക് വല്ല കുഴിബോംബും കാണും. എന്റെ അപ്പച്ചി ഒരു വഴിക്ക് പോണ സമയത്ത് അറം പറ്റണ വാക്ക് പറയില്ലേ. പോട്ടെ, സാരമില്ല, വയസ്സ് പ്രായമായതല്ലേ. ആർക്കടി പ്രായത്? എനിക്ക് ഉദ്ദേശിച്ചാ പറഞ്ഞെങ്കിൽ നിന്റെ കയ്യിലേക്ക്. അല്ലല്ലേ, എനിക്കാണ് പ്രായം. എനിക്ക് അങ്ങ് മുതുക്കായതാ ഞാൻ. സമ്മതിച്ചല്ലോ. സമ്മതിച്ചു. പ്രായം പറയണേ അപ്പച്ചിക്ക് എന്താ അപ്പച്ചി? അങ്ങനെ പറഞ്ഞില്ലല്ലോ. വീട് പങ്കജാശ. പോട്ടെ എന്നാ. ഒന്ന് വഴി സമയത്ത് ഒരു പഴക്കം പയ്യ വരും. ശരി എന്നാ. നോക്കണേ. അപ്പച്ചി പറഞ്ഞ നന്നായി. നന്നായി. ഷാഹിന, ടാറ്റാ. പങ്കജാക്ഷൻ, താങ്ക്സ് ഫോർ എവരിത്തിങ്. ഓക്കെ, പോവാം. പങ്കിയമ്മ, എന്ത് പറ്റി? പങ്കജാക്ഷൻ, താങ്ക്സ് ഫോർ എവരിത്തിങ്. ഓക്കെ. പങ്കിയമ്മ, എന്താ ഒരു ചിരി? ഒന്നുമില്ല. വെറുതെ എങ്ങനെ ചിരിക്കോ? അങ്ങനെ ചിരിച്ച് പങ്കിയമ്മൻ, ഞാൻ കണ്ടല്ലേ ഇപ്പൊ ചിരിക്കണേ. പിന്നെ വെറുതെ ഇരിക്കാൻ എനിക്ക് എന്താ ഭ്രാന്തോ? ഞാൻ കണ്ടതാണ്, വെറുതെ പറയില്ലേ ചിരിക്കില്ല എന്നൊക്കെ. മനുഷ്യന്മാരല്ലേ, മനുഷ്യന്മാർക്കുള്ള ആകെയുള്ള ഒരു കഴിവ് ചിരിക്കുക എന്നുള്ളത് മനുഷ്യന്മാരുടെ മാത്രം കഴിവാ.
പിന്നെന്താ ചിരിച്ചപ്പോ എന്താ കുഴപ്പം? കുഴപ്പമൊന്നുമില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ കണ്ടപ്പോ. അതെ, ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? ഞാൻ കുറച്ചു നേരം കൂടി ഇങ്ങനെ ഇരിക്കട്ടെ കുട്ടിയെ, ഞാൻ വരാം, പോയി കഴിച്ചോ. ആ പിന്നെ ഭംഗിയാവാ, സാറമ്മ മേഡം വിളിച്ചോ? അവിടെ എത്തിന്ന് പറഞ്ഞിട്ട് വിളിച്ചു. ആ എത്തിയോ? അതെ, സാറമ്മ മേഡം കൊറേ ദിവസം ഇവിടെ നിന്നിട്ട് പോയിട്ടേ എന്തോ ഒരു വിഷമം പോലെ. ഭംഗിയാമ്മന് വിഷമൊന്നുമില്ലേ? നിനക്കെന്താ തോന്നണേ? എനിക്ക് വിഷമം തോന്നുന്നുണ്ട്, അതല്ലേ ഞാൻ ചോദിച്ചേ ഭംഗിയാമ്മൻ എന്താ തോന്നേന്ന്. ഇത്ര ദിവസം കൂടെ ഉണ്ടായിട്ട് ഇങ്ങനെ പോയപ്പോഴേ ഒരു ഒറ്റപ്പെട്ട പോലുള്ളൊരു തോന്നല്. ഒറ്റപ്പെട്ട പോലെയോ? ഭംഗിയാമ്മനോ? അല്ല, ഒറ്റപ്പെട പറഞ്ഞാൽ നമുക്കൊരു കൂടെ എത്ര ദിവസം ഉണ്ടായിരുന്നില്ലേ, അപ്പോ പോകുമ്പോ ഉണ്ടാവും നമുക്കൊരു നിനക്ക് തോന്നണ മാതിരി തന്നെ. അപ്പൊ ഭംഗിയാമ്മന് വിഷമം ഉണ്ടല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞോ? അല്ല, ഭംഗിയാമ്മന്റെ മുഖമൊക്കെ കാണുമ്പോ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെ തോന്നണ്ട, അങ്ങനെയുള്ളതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ എങ്ങനെയുള്ള ഇതാ പറഞ്ഞേ? നീ എന്താ ഇങ്ങനെ ഓരോന്ന് കുത്തി കുത്തി ചോദിക്കണത്? ആ കുത്തി കുത്തി ചോദിച്ചല്ലെന്നേ, ഭംഗിയാമ്മനെ കാണുമ്പോ എനിക്ക് തോന്നിയത് ഞാൻ ചോദിച്ചതാ. അങ്ങനെ വിഷമൊന്നുമില്ല, ചെറിയ വിഷമമുണ്ട്. അതെ ഭംഗിയാമ്മ, ഞാൻ കാര്യം ചോദിക്കട്ടെ? നിങ്ങൾ ഈ പാർട്ടിക്കാരൊക്കെ ഭയങ്കര കരുത്തന്മാരെന്നാണല്ലോ വെപ്പ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒറ്റപ്പെടലും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവോ? ഏത് പാർട്ടിക്കാരായാലും മനുഷ്യന്മാരല്ലേ കുട്ടിയെ. ചില സമയത്തൊക്കെ പിടിവിട്ടു പോവും. അല്ല, ഇപ്പൊ പിടിവിട്ട് പോകാൻ എന്താ കാരണം? സാറാമ്മ മേഡം പോയോണ്ടാ? എന്താ നിന്റെ ഉദ്ദേശം? അല്ല, ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ, പറ. അതിപ്പോ നമ്മുടെ നല്ലൊരു കൂട്ടുകാരൻ നമ്മളെ വിട്ടു പോകുമ്പോ നമുക്കൊരു എത്ര വന്നാലൊരു ഇതുണ്ടാവും, ബുദ്ധിമുട്ട്. അപ്പൊ ഭംഗിയാമ്മൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് സാറമ്മ മേഡം പോയോണ്ട്? അവരെന്റെ ഒരു സഹപ്രവർത്തക മാത്രല്ല, പിന്നെ അവര് ഞാൻ എന്ത് ചോദിച്ചാലും കൃത്യമായിട്ടുള്ള ഒരു ഉപദേശം തരുന്ന ഒരാളാണ്. അതേപോലെ ഒരു മാർഗദർശിനിയാണ് എനിക്ക്. പിന്നെ ഈ പ്രായത്തിൽ ഇപ്പൊ ഭംഗിയാമ്മന് മാർഗദർശനം കിട്ടിയിട്ട് വേണമല്ലോ. മാർഗദർശനം എപ്പോ കിട്ടിയാലും എന്താ സ്വീകരിച്ചൂടെ? അതല്ല, ഞാൻ ചോദിക്കട്ടെ? ചോദിക്കണ്ട, നീ പോയേ, നീ പോ. അല്ല ഭംഗിയാമ്മ, ഞാൻ ചോദിക്കട്ടെ? എന്ത് ചോദിക്കണേ? ശരിക്കും സാറമ്മ മേഡം പോയപ്പോ ഭംഗിയാമ്മൻ എന്താ തോന്നണേ? എന്നും തോന്നണില്ല, നീ പോയേ. അല്ല, എന്നോട് പറഞ്ഞു. എന്ത് പറയണ? എന്ത് ശരിയാക്കി തരണേ? എന്ത് ശരിയാക്കി തരണേ? അല്ല, പോയി പോ, ചെല്ല് ചെല്ല്. അത് ഭംഗിയാമ്മ, ഞാൻ ഒന്ന് പറയട്ടെ? നീ ഒന്നും പറയണ്ട, പൊക്കോ. അതെ, ഭക്ഷണം കഴിക്കാൻ വരണേ. ഞാൻ വന്ന് കഴിച്ചോളാട്ടാ, നിങ്ങളൊക്കെ പോയി കഴിക്കും. എന്തെങ്കിലും സഹായം വേണം എന്നോട് ചോദിച്ചാൽ? സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കുറച്ചേരി ഇരുന്നോണ്ട്. ഓക്കോ. രാഘവ, എന്നെ കൂടെ പേടിപ്പിച്ചല്ലോ. സാറാമ്മ പെട്ടിയും കിടക്കി എടുത്തോണ്ട് തറവാട്ടിൽ നിന്ന് ഓടിയോ? ആവോ, അവള് ജീവനും കൈ പിടിച്ചോണ്ട് തറവാട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു എന്ന് വേണം പറയാൻ. ചേച്ചിക്ക് സന്തോഷമായില്ലേ? പിന്നെ സന്തോഷമാകാതെ. അതാണ്ട് രാഘവൻ. രാഘവൻ ഒരു കാര്യം ഏറ്റാൽ ഏറ്റതാ. അപ്പൊ സന്തോഷമായി സ്ഥിതിക്ക് എന്നെയൊക്കെ സെറ്റിൽ ചെയ്തൊക്കെ ഞാൻ കേട്ട് വേറെ കാര്യം ഉണ്ടാവില്ല. ഇത് നീ വെച്ചോ, ഞാൻ കണക്കൊന്നും ചോദിക്കുന്നില്ല. 500 രൂപയോ? പിന്നെ എന്റെ പൊന്നു ചേച്ചി, ഇത്രയും വലിയ തറവാട്ട് കെട്ടി വെച്ചിട്ട് ചേച്ചിത്തരം കാണിക്കാതെ ചേച്ചി. തറവാടിന്റെ കാര്യമൊന്നും നീ പറയണ്ട. 2 ഓലപ്പടക്കം എറിഞ്ഞതിന് ഇത് തന്നെ കൂടുതലാ. 2 ഓലപ്പടക്കോ? 2 ഓലപ്പടക്കം എറിഞ്ഞെങ്കിലും അത് ബോംബിന്റെ എഫക്റ്റ് ആയിരുന്നു. ഞങ്ങളുണ്ടാക്കിയൊരു ഭീകര അന്തരീക്ഷം ഉണ്ടല്ലോ, അത് ഹെവി ആയിരുന്നു, ഹെവി. എന്റെ കൂടത്ത് വന്ന സതീഷിന് കൊടുക്കാൻ തികയല്ലോ ചേച്ചി 500 രൂപ. ഇച്ചിരി പൈസ കൂടെ തന്നേന്ന്.
നിന്നോട് ഞാൻ പറഞ്ഞു ആളെ കൂട്ടി വരാൻ. തന്നെ വന്ന് 2 ഓലപ്പുറൊക്കെ കഴിഞ്ഞ് വെച്ച് പോയാൽ മതിയായിരുന്നില്ലേ? ചേച്ചി പറയുന്ന പോലെ 2 ഓലപ്പുറത്തിലൊന്നും ചെറിയ കാര്യമൊന്നുമില്ല. ഇത് ഭയങ്കര പ്ലാനിങ് ഉള്ള പരിപാടിയാണ്, മനസ്സിലായോ? അപ്പം ആളും കൂടും കാശും കൂടും, പൈസയും കൂടെ തന്നേ. നീ എന്തിനാ വെച്ചോണ്ട് ഉരുട്ടുന്നെങ്കിൽ താ. ഇതുപോലെ ഇപ്പൊ ടോട്ടൽ 1000 രൂപയോ? ആ, 1000 കൂടെ താ ചേച്ചി. അത്ര ഉള്ളടാ, എൻ്റെ കയ്യിൽ പൈസ ഇല്ല. കുഴപ്പമില്ല, ഞാൻ ഇതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. ബാക്കി 1000 രൂപ ഞാൻ പങ്കിയമ്മാവിൻ്റെ അടുത്ത് വാങ്ങിച്ചോളാം. അയ്യോ പങ്കിയോടൊന്നും ചെന്ന് പറയല്ലേ. അപ്പം 1000 രൂപ താ, ഇങ്ങോട്ട് തരാൻ. അതെന്നാ ചുട്ടി വെച്ചേക്കുന്നത്? ഇത് 10 രൂപ ഉള്ളൂ. അതും കൂടെ തന്നെ. പിന്നെ ഇങ്ങോട്ട് തരാൻ. അച്ചാറിനൊക്കെ ഭയങ്കര വിലയാണ്. അപ്പൊ പോട്ടെ. അതോ സീതാലക്ഷ്മി പൈസ കിട്ടിയടാ. കൊച്ചിടല്ലേടാ. അമ്മേ ഇവിടെ അപ്പുണ്യ, നീ എന്താടാ ഈ നേരത്ത്? ഞാൻ മൂത്രമൊഴിക്കാൻ ഉണ്ടാ. നിനക്ക് അകത്ത് മൂത്രമൊഴിച്ചൂടെ? ബാത്റൂമില്ലേ അകത്ത്? എനിക്ക് പുറത്ത് മൂത്രമൊഴിക്കണം തോന്നി. പുറത്ത് മൂത്രമൊഴിക്കണം തോന്നി. അല്ല പാമ്പിനെ ചേമ്പിനെ വല്ലതും കണ്ട് പേടിച്ചാലോ? ഞാൻ കണ്ടു. എന്ത് പാമ്പിനെ? പാമ്പിനെയല്ല, പിന്നെ സാറാമ്മക്കെതിരെ നടന്ന ബോംബാക്രമണത്തിന്റെ പിന്നിലെ അമ്മയാണല്ലേ? നീ വെറുതെ വേണ്ടാത്ത പറയണ്ടേട്ടാ പുണ്ണി. വേണ്ടാത്തതോ? ഇപ്പൊ രാഘവന് കൈക്കൂലി കൊടുക്കണം ഞാൻ കണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ 2 ഓലപ്പടക്കം കൊണ്ട് വിപ്ലവസിംഹ ഈ തറവാട്ടിൽ നിന്ന് ഇറങ്ങി ഓടുന്നത് നീ കണ്ടില്ലേ? അതാണ് സീതാലക്ഷ്മി. കുറച്ച് കടന്ന കയ്യായി പോയി അമ്മേ. ഒരു കടന്ന കയ്യുമില്ല, കുറച്ച് കുറഞ്ഞെങ്കിലേ ഉള്ളൂ. ഇനി അവൾ ഈ പടിക്ക് കത്ത് കയറില്ല. അതിനുള്ള പണി ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം. ഇവിടെ കണ്ടത് ആരോടെങ്കിലും പറഞ്ഞ ചട്ടുകം പഴുപ്പിച്ച് ചന്തിക്ക് വെക്കും ഞാൻ. എന്നെ അറിയാലോ പെണ്ണിക്ക്. എന്നാ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ട്ടാ. ശരിക്കും വിപ്ലവ സിംഹം സാറാമ്മയല്ല, അമ്മയാ. അപ്പുണ്ണി നീ വരണില്ലേ? അതാ വന്നു. ഒന്നാനം കണ്ണിൻ്റെ ഓമനകൾ കാടിൻ്റെ പുണ്യായി. എന്താ? അല്ല, നിന്റെ പണിയൊക്കെ തീരാറായോ? കഴിഞ്ഞാലേ കഴിഞ്ഞു. അതല്ലേ, നമുക്ക് ആ കൃഷി ഓഫീസ് വരെ ഒന്ന് പോയിട്ട് വരാം. എന്താ പങ്കി പറഞ്ഞേ അവിടെ പച്ചക്കറി വിത്തുകളൊക്കെ വന്നിട്ടുണ്ടെന്ന്. അതൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. നീ അറിഞ്ഞോ? നമുക്കേ ഇടവിളയായിട്ട് കൃഷി ചെയ്യാമല്ലോടാ. അച്ഛനൊരു പണി. അച്ഛനൊരു 10 മിനിറ്റ് പണി ഇരിക്കും. അപ്പോഴേക്കും ഞാൻ ജോലി എടുത്തിട്ട് വരാം. എന്നിട്ട് പോവാം. വേഗം തീർക്കുക, സമയം കളയണ്ട. അപ്പുണ്ണിയേട്ടാ, കുമാരേച്ചിയുടെ അച്ഛൻ വിളിച്ചിട്ടുണ്ടായിരുന്നേ. ഞാൻ എടുക്കുമ്പോഴേ കട്ടായി പോയി. അതെ, എന്താ വെച്ചാ അവിടെ കുമാരിയുടെ വീട്ടിലേ ഒരു കൊല മൂത്തിരിക്കണ്ടേ. അത് വെട്ടാന്നുള്ളോട് ചെല്ലാൻ പറഞ്ഞ ഞാൻ പോയില്ല. ഞാൻ പോക്കോളാം. അല്ല, വീണ്ടും വിളിക്കണു. ഇനി വിളിക്കണ്ട. അച്ഛാ, ഞാനേ ഞാൻ ഇപ്പൊ തൊഴുത്തിൽ പണിയെടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെ കൂടെ ഒന്ന് കൃഷി ഓഫീസിൽ പോകണം. അവിടെ പച്ചക്കറിയുടെ വിത്ത് വന്നിട്ടത്ര. കുമാരി എപ്പോ ആണോ? അപ്പൊ ആർക്കും അവിടെ ഉള്ളേ? ഞാൻ കൃഷി ഓഫീസിൽ പോകണല്ലേ, ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ വേഗം വരാം. ആയിക്കോട്ടെ അച്ഛാ. അച്ഛാ, കുമാരിനെ വേദന ഇളകിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയിന്ന്. അതാണോ കാര്യം? അല്ല, അതിന് നീ ഇത്ര ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഇതൊക്കെ സർവ്വസാധാരണ ഇല്ലയെന്ന് അച്ഛനെന്ന് പറയാ. അമ്മ 3 എണ്ണം പറ്റതാ. അവളെ ആദ്യമായിട്ട് പ്രസവിക്കുക. അതറിയോ? അതിന് ഞാനേ എന്റെ പണിയൊന്നും തീർന്നില്ലല്ലോ ഷൈന. അതെ, അല്ലെങ്കിൽ നന്ദിനെ രമണിനെ അയച്ചു കൊണ്ടുവരുന്നേ. അതെ, ഞാൻ നിനക്ക് പോവാം. നന്ദിനെ രമണിനെ ഞാൻ അയച്ചു കൊണ്ടിരട്ടെ. അതല്ലെങ്കിൽ നന്ദിനെ രമണിനെ നീ അയക്കോ? എന്റെ അപ്പുടേട്ടാ ഒന്ന് നിന്ന് തിരിയാതെ ഹോസ്പിറ്റലിൽ പോവാൻ നോക്ക്. ഞാൻ പോട്ടെ. അച്ഛനോട് വരാന്ന്. അച്ഛപ്പ വരണ്ട. അച്ഛനെ ഒരുങ്ങുമ്പോഴേക്കും ഒരുപാട് നേരം വെക്കും. അച്ഛനും അമ്മയും കൂടെ അങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. നീ നന്ദിനെ രമണിനെ ഞാൻ പോക്കോളാം. ഞാൻ പോക്കോളാം അച്ഛാ, ഞാൻ പോക്കോളാം. ചെറുക്കൻ്റെ
ടെൻഷനായിരിക്കും അച്ഛാ. അമ്മേ അമ്മേ എന്തായി എല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞോ? ആ മാമ ഇപ്പൊ കഴിയും. അതെ മീനുണ്ടോ? മീനൊന്നുമില്ല. എന്താ സ്പെഷ്യല്? തൽക്കാലം സ്പെഷ്യൽ ഒന്നുമില്ല, ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഉള്ളൂ. കഞ്ഞിയും പയറായിരിക്കൂലേ? കുമാരിയേച്ചിക്ക് ഇവിടെ ഉള്ളതൊക്കെ തന്നെ ഇഷ്ടം, വേറെ സ്പെഷ്യൽ ഒന്നും ഇഷ്ടമല്ല. കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ എന്തെങ്കിലും വെച്ചോ? അതൊക്കെ അമ്മ വാങ്ങിച്ചോളും. പിന്നെ ഒന്ന് നോക്കിയേ, ഈ 2 ഫ്ലാസ്കിലെ ചൂടുവെള്ളം മതിയാവോ? ഈ വലിയ ഫ്ലാസ്ക് ഒക്കെ എന്തിനാ പോലെ അങ്ങോട്ട് വേറി കൊണ്ടുപോകുന്നത്? അവിടുന്ന് വാങ്ങിയാൽ പോരെ വെള്ളം? എന്നാ പിന്നെ ഈ ഭക്ഷണം മേടിച്ചാൽ മതിയായിരുന്നല്ലോ, ഇത്ര കഷ്ടപ്പാടില്ലായിരുന്നല്ലോ. അല്ല ഭക്ഷണം അവിടെ നല്ല കിട്ടില്ല. ആ അതുപോലെ വെള്ളം നല്ലതായിരിക്കൂല. ഞാൻ കൊണ്ടുപോയിക്കോളാം കേട്ടോ, ചിണുങ്ങണ്ടേ നീ അതിന്. ആ കൊണ്ടുപോകണം. വേഗം റെഡിയാക്ക്. പിന്നെ മാമയ്ക്ക് വേറെ തിരക്കൊന്നും ഇല്ലെങ്കിലേ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് തിരിച്ചു കൊണ്ടുപോന്നേക്കണേ. തിരക്കൊക്കെ ഉണ്ട്, എന്നാലും പാത്രം കൊണ്ടുവരാ. പാത്രം പോയാൽ പെണ്ണുങ്ങളെ അവസ്ഥ നമുക്ക് അറിയാലോ. നോക്കിയിരിക്കാൻ ഒന്നും സഹായിക്കുക അതൊന്നുമില്ല. ഇത് അടം വരെ കൊണ്ടുപോകേണ്ട ഞാനല്ലേ. മാമ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ടേ. കഴിഞ്ഞാ നീക്കേ എന്തിന്? നോക്കട്ടെ എല്ലാം ഉണ്ടോന്നു. ഞാൻ എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ വരണ്ടേ ഇങ്ങോട്ട്. പാത്രം ഇവിടെ. പാത്രം എവിടെ? പാത്രം നീ എന്നെ ഒരു 3-4 വട്ടം നടത്തിക്കില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും? വെക്ക് വേഗം വെക്ക്. പാത്രം മതിയോ? സ്പൂൺ എവിടെ? സ്പൂണൊക്കെ വേണോ? നീ എന്നെ ഓടിപ്പിക്കട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ വെക്കാം. ഒരു ശ്രദ്ധയില്ല. വേറെ മറന്നുണ്ടോ? ഇല്ല, ഫുഡ് വെച്ചിട്ടുണ്ട്. പ്ലേറ്റ് സ്പൂണും പോരെ? തട്ടിലൊക്കെ എല്ലാ തട്ടും നിറച്ചിക്കല്ലേ? അതൊക്കെ വെച്ചിട്ടുണ്ട്. എടുത്തു വെക്ക്. മോളെ എല്ലാം എടുത്തു വെച്ചാ? ആ അമ്മ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. ഒന്നും മറന്നിട്ടില്ലല്ലോ? ഇല്ലമ്മേ. അമ്മ ഹോസ്പിറ്റലിലേക്ക് തന്നെയല്ലേ പോണേ? അതേടി എന്തേ? അപ്പൊ തിരിച്ചു വരണില്ല, ഇത്ര വലിയ ബാഗൊക്കെ ആയിട്ട് പോണേ? എടി ഇതൊക്കെ ആസ്പത്രിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളാ. പ്രസവത്തിന് കയറണതല്ലേ, വെള്ളത്തുണി അതും ഇതൊക്കെ വേണം. കുമാരിയുടെ വീട്ടിൽ ആരുമില്ലല്ലോ പെണ്ണുങ്ങളായിട്ട്, അപ്പൊ നമ്മൾ വേണ്ടേ കണ്ടറിഞ്ഞ് ചെയ്യാൻ. അത് നന്നായി. കുമാരിച്ചിയുടെ എന്തെങ്കിലും ഡ്രസ്സ് അലക്കാനുണ്ടെങ്കിലേ മാമയുടെ കൊടുത്തു വിട്ടേക്ക്, ഞാൻ അലക്കിക്കോളാം. ഞാൻ കൊടുത്തു വിടാം. എടി നിനക്കും കൂടി വരായിരുന്നു. എനിക്ക് വരണമെന്ന് ഉണ്ടായിരുന്നമ്മേ, പക്ഷെ അച്ഛനെ ഒറ്റയ്ക്കല്ലേ, ഞാൻ കൂടെ പോയി എന്ത് ചെയ്യും? ശരിയാ, നിന്റെ കൂടെ ഒരു കുറവേ ഉള്ള കാടെ. അച്ഛാ കൊറേ നേരം എല്ലാം ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയും നല്ല അറിയോ? അതെ, ഇതിനകത്ത് നോക്കിക്കൊണ്ടിരുന്ന സമയം പോകുന്ന അറിയത്തില്ല മോളെ. കണ്ണിന് മരുന്ന് കഴിക്കുന്ന അറിയാവോ? അപ്പൊ സ്ട്രെയിൻ ആവൂലേ? ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന ശരിയാവോ? എന്നാ മാറ്റി വെച്ചേക്കാം. മാറ്റി വെച്ച അച്ഛൻ നല്ലത്. അല്ലേ നീ ഇതെവിടെ ആയിരുന്നു? നിന്നെ കൂട്ടി ആശുപത്രി വരെ ഒന്ന് പോണം വിചാരിച്ചിരിക്കായിരുന്നു. അല്ല എനിക്കൊന്നും പറ്റിയില്ല. കുമാരിക്ക് പേറ്റുനോവ് വന്ന് ആശുപത്രി കൊണ്ടുപോയി നീ അറിഞ്ഞില്ലയോ? അത് ഞാൻ അറിഞ്ഞു. ഞാൻ അവിടെ മീറ്റിംഗിൽ ഇരിക്കുമ്പോ അപ്പുണ്ണി വിളിച്ചു പറഞ്ഞിട്ടുണ്ടായി. ഞാൻ വൈകുന്നേരം ആശുപത്രി പോയി. പങ്കാമ ഹോസ്പിറ്റലിൽ പോയോ? പിന്നെ ഇപ്പൊ ഇങ്ങോട്ട് വന്ന് അവിടെ നിന്നാ പോരായിരുന്നോ? ഞാനെന്താ അവിടെ സ്ഥിര താമസാക്കാൻ പോയതാണോ? നല്ല കാര്യമായി. ഒന്നാമത്തെ എന്താ തിരക്ക് അവിടെ. അയ്യോ, കാലെടുത്ത് ഊത്താൻ പറ്റില്ല അങ്ങോട്ട്. പനിയുടെ സീസൺ അല്ലേ അമ്മാവാ, അതുകൊണ്ടായിരിക്കും. രോഗികളല്ല കുട്ടി. പിന്നെ കുമാരീനെ കാണാൻ വന്ന ആൾക്കാര്, അയൽവക്കക്കാര്, കൂട്ടുകാര്, ബന്ധുമിത്രാദികള് ആ റൂമിലേക്ക് കയറാൻ പറ്റില്ല. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ കൊട്ടിലപ്പാട്ട രാജ്ഞിയുടെ എന്താ അവിടെ കിടന്ന് കാണിക്കുന്നത്. അവിടെയും ഒരു മാറ്റമില്ലാത്ത ആൾക്ക് ഭരണകർത്താവായിട്ട് ഇങ്ങനെ നിക്കുക. അമ്മ കുഴപ്പമാക്കിയ പങ്കിയമ്മ? കുഴപ്പമാക്കിയോന്ന് വെച്ചാ അതിനിടയ്ക്കേ ആ നഴ്സ് വന്നു. നഴ്സ് വന്നിട്ട് അങ്ങോട്ട് പറയാവുന്നൊക്കെ അവര് പറഞ്ഞു. എന്തൊരു ബഹള അത് നിങ്ങളുടെ റൂമില്. ഇത് എന്താ ഇവിടെ മീറ്റിംഗ് ഉണ്ടോ? എത്ര ആൾക്കാർ ഈ ഒരു റൂമിന്റെ ഉള്ളില്? ഒക്കെ കടക്ക പുറത്ത്. ഇതങ്ങോട്ട് പറഞ്ഞോട്ടോ ചേച്ചി അങ്ങോട്ട് കലതുള്ളിലേ അങ്ങോട്ടാ പറഞ്ഞു ആ നഴ്സിനെ, നിങ്ങൾ എന്തെന്നാ ഉദ്ദേശിച്ചത്? ഞങ്ങൾ ഇവിടെ കാശ് കൊടുത്തിട്ടാണ് താമസിക്കുന്നത്. എന്റെ കുട്ടിയെ കാണാൻ വന്നിട്ടുള്ള ആൾക്കാരാണിത്. മനസ്സിലായിട്ടേ? പ്രസവിക്കാൻ കിടക്കുന്ന ഒരു കുട്ടിയത്. അപ്പൊ പലവരും വരും ഇവിടെ. അപ്പൊ അങ്ങനെ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ബഹളം ഉണ്ടാക്കാൻ പാടില്ല, ഒരു മാന്യത ഒക്കെ വേണ്ടേന്ന് പറഞ്ഞിട്ട്
അവിടെ കുമാരിയുടെ മുഖം ആകെ വാടി ആകെ ഞാൻ വേഗം കൊണ്ട് പുറത്തേക്ക് കൊണ്ട് ചാടി. അപ്പൊ അമ്മ മൊത്തത്തിൽ കൊളാക്കിയോന്ന് വെച്ചാ ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവും അറിയില്ല. വെറുപ്പ് സമ്പാദിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളവിടെ ഒരു പ്രസവത്തിന് പോയിരിക്കല്ലേ, കുമാരിയുടെ അവസ്ഥ എന്താന്ന് നമ്മൾ നോക്കണ്ടേ. അല്ല അപ്പൊ അപ്പുണ്ണി അവിടെ പോയി? അപ്പുണ്ണി അവിടെ ഇവിടെ ഒക്കെ ടെൻഷനാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പൊ കയ്യിലൊരു ഓറഞ്ചും ഉണ്ട്. അവിടെ കൊണ്ടുവരുന്ന ഓറഞ്ചൊക്കെ പുള്ളി തിന്ന ടെൻഷൻ കൂടിയിട്ട് അതങ്ങനെ ഒരു അംഗം. ഞാൻ പിന്നെ കുറച്ചേരൊക്കെ നിന്നിട്ട് ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്തെങ്കിലും നിക്കണൊക്കെ ചോദിച്ചു. ഒന്നുമില്ല അവരൊക്കെ ഉണ്ടല്ലോ, അവരുടെ വീട്ടുകാരൊക്കെ ഉണ്ടല്ലോ, നീ പോയിക്കോ എന്ന് പറഞ്ഞേ. ഞാൻ പിന്നെ അങ്ങോട്ട് പോന്നു. ആളി എന്തെങ്കിലും കഴിച്ചോ? ഞാൻ കഴിച്ചു. ഞാൻ ഒന്നും കഴിച്ചില്ല, നല്ല വിഷമുണ്ട്. മോളെ എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? എടുത്തു വെക്കൂ. അവന് വിഷമിട്ട് പോയി. ഞാൻ കഴിച്ച് കിടക്കട്ടെ കേട്ടോ. ശരി. അച്ഛാ അച്ഛാ, ആരും എണ്ണീറ്റില്ലേ? ഷൈന ഷൈന